നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. എണസ്റ്റോ വാൽവർതെ മുൻ FC ബാഴ്സലോണ പരിശീലകനാണ്. ലിയോ മെസ്സിക്ക് ഏറെ പ്രിയപ്പെട്ട പരിശീലകരിൽ ഒരാളുമാണ്. അദ്ദേഹം ഇപ്പോൾ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുടെ കോച്ചാണ്. ഇന്നലെ അത്ലറ്റിക് ക്ലബ് ബിൽബാവോ FC ബാഴ്സലോണക്കെതിരെ ബാഴ്സയുടെ മൈതാനത്ത് ഏറ്റുമുട്ടുമ്പോൾ 2-0 അത്ലറ്റിക് ക്ലബ്ബ് പരാജയപ്പെട്ടു. അവർക്കെതിരെ ലാമിൻ യമാൽ 17-കാരൻ ലാമിൻ യമാൽ കിടിലനൊരു ഗോള് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ യമാലിനെ കുറിച്ച് സ്വാഭാവികമായിട്ടും കളി കഴിഞ്ഞിട്ട് എണസ്റ്റോ വാൽവർദയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, യമാലിന്റെ പ്രകടനം കണ്ട് എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം അവൻ മെസ്സിയെ പോലെയാണ്. ആരെ വേണമെങ്കിലും ഡ്രിബിൾ ചെയ്ത് കിടക്കാനുള്ള മികവും കപ്പാസിറ്റിയും ഒക്കെ അവനുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്ഭുതം തോന്നുന്നില്ല എന്നാണ് എണസ്റ്റോ വാൽവർദെ പറഞ്ഞത്. വാൽവർദയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. കളിക്ക് ശേഷം അദ്ദേഹം പറയുന്നു, ലാമിൻ യമാൽ അവൻ ലിയോ മെസ്സിയെ പോലെയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. കാരണം എല്ലാവർക്കും അറിയാം എത്രത്തോളം മികച്ചവനാണ് യമാൽ എന്ന്. ഏത് താരത്തെ വേണമെങ്കിലും ഡ്രിബിൾ ചെയ്ത് കിടക്കാനുള്ള കപ്പാസിറ്റി ലാമിൻ യമാലിനുണ്ട്. ഇതാണ് കോച്ചിന്റെ നിരീക്ഷണം. അതോടൊപ്പം തന്നെ ഹൻസി ഫ്ലിക്കിന്റെ ടാക്ടിക്സ്, ഹൻസി ഫ്ലിക്കിന്റെ ബാഴ്സലോണ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയോ എന്ന ചോദ്യമുണ്ട്. അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി, ഫ്ലിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടൊന്നുമില്ല, ഇല്ല എന്ന് തന്നെ പറയും. കാരണം അവർ കഴിഞ്ഞ കളിയിൽ വലൻസിയക്കെതിരെ എങ്ങനെയാണോ കളിച്ചത് അതേ സിസ്റ്റത്തിൽ തന്നെയാണ് അവരിവിടെ കളിച്ചത്. അതുകൊണ്ട് അത്ഭുതമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആകെ വന്ന ചേഞ്ച് എന്ന് പറയുന്നത് പെഡ്രി കാസാഡോക്ക് പകരം വന്നു എന്നുള്ളതാണ്. മറ്റു മാറ്റങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല എന്നാണ് എണസ്റ്റോ വാൽവർദയുടെ നിരീക്ഷണം. എന്തായാലും ആദ്യത്തെ 2 മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് മികച്ച തുടക്കം ഈ സീസണിൽ ലലീഗയിൽ കുറിക്കാൻ ഹൻസി ഫ്ലിക്കിന്റെ ബാഴ്സയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് സമ്മാനിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.